എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്നോർമ്മ. ഇന്നത്തെ MDA കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം മാരക മയക്കുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ പൊക്കിയതാണ്. അന്നത്തെ പ്രതാപശാലിയായ ഒരു ക്രിമിനൽ വക്കീൽ ഹാജരായിട്ട് 10 വർഷത്തിനകത്തായത് നിരാകരിക്കാനാവാത്ത തെളിവ് ശക്തിയിൽ കുറ്റപത്ര കരുത്തിലാണ്. ഇത് വിശ്വാസവഞ്ചനയാണ്, ചതിപ്രയോഗമാണ്. പ്രതി നിയമത്തിന്റെ പരിധികൾ അതിസമർത്ഥമായ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കുകയാണ്. ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു അടപടലമാണ് ആഞ്ഞുവിട്ട്. മെമ്മറി കാർഡും ഹാഷ് വാല്യൂ പറഞ്ഞ പോലെയാണ്. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അടിവസ്ത്രം ഒന്നാം പ്രതിയെ സ്വാധീനിച്ച് അടിച്ചുമാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറ് പോലെയാക്കി തിരിച്ചുവെച്ച നാറിയ പണി അധമ നീക്കത്തിൽ അട്ടിമറി. ആന്റണി രാജുവും സംഘവും കേരള പോലീസിനെയും സത്യത്തിന്റെ മുഖത്തേക്ക് അന്ന് ഉളുപ്പില്ലാതെ വീശിയെറിഞ്ഞത് കാളകൂട കരിയോയിലാണ്. അന്നും ഇന്നും നാർക്കോട്ടിക്സ് ഒരു നീചപ്പണിയാണ്. പണി ചെയ്തൊരു കുറ്റവാളിയെ കാക്കാൻ അതിലും വലിയ കുറ്റവാളിത്തം ചെയ്തൊരു ക്രിമിനൽ വക്കീൽ 2.5 വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ് എന്നോർക്കുമ്പോൾ തല താഴണം, തോന്നണം കലർപ്പില്ലാത്ത ലജ്ജ. മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച. ജോലി പോലും ത്യജിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു കുരിശുദ്ധ പടയാളിയുടെ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ഇതിന്റെ പുറകെ പോയതുകൊണ്ടാണ് ഇതിന്റെ പേര് റിസൾട്ട് ഉണ്ടായത്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഇത് ചെറിയ കാര്യമല്ലോ, ചെറിയ നിസ്സാര കാര്യമല്ലോ. ഒരു വെറുതെ ഒരു തിരുമറി നടത്തി ഒരു തുണ്ടി മാറ്റി. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാലി പിടിച്ചിട്ടില്ല. NDPS കേസ്, ഒരു മയക്കുമരുന്ന് കേസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ക്രൈം അഗൻസ്റ്റ് സൊസൈറ്റി. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഒരാൾ വേറൊരാളെ പിച്ചാത്തിരുത്ത് കുത്തുന്ന പോലെ അല്ല, അല്ലെങ്കിൽ 10-15 രൂപ പോക്കറ്റ് അടിക്കുന്ന പോലെ അല്ല, അതും ക്രൈമാണ്. പക്ഷെ ഇത് നമ്മുടെ സമൂഹത്തിനെതിരായിട്ടുള്ള വലിയൊരു കുറ്റകൃത്യം. പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? അങ്ങനെ ഒരു കേസിലെ പ്രതിയെ ഇതുപോലൊരു തിരിമറി നടത്തി രക്ഷിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു കോടതി ഉദ്യോഗസ്ഥൻ കൂട്ടു നിൽക്കുക, ഒരു അഭിഭാഷകൻ ഇത് ചെയ്യും. നാട്ടിൽ ഇനി ഞാനില്ല. ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം അത് കോടതിയിൽ നിന്ന് വെറുതെ വിട്ടുപോകുന്നു. സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ദുഷ്പേര് വരും. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. ഇത്ര വൈകിയെന്നുള്ള ശരിയാണ്, പക്ഷെ ഇത്ര വൈകിയോണ്ടാണ് ഇന്നിപ്പോ ഇത്ര വലിയ ചർച്ച. അവൻ കാണിച്ചത് നാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. നേരെ മറിച്ച് ഈ തുണ്ടിമാറ്റ കേസ് അന്ന് തന്നെ വിചാരണ നടത്തിയെങ്കിൽ ഇത് ഒരു ചർച്ചാ വിഷയമായില്ലെങ്കിൽ അനിൽ ഇമ്മാനുവലിനെ പോലും ഒരു കുരിശുദ്ധ പോരാളി അതിന്റെ പുറകെ പോയില്ലായിരുന്നെങ്കിൽ ഇത് ഒരുപക്ഷെ മജിസ്ട്രേറ്റ് കോടതിയിൽ തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പോയത്. ഇത്ര ഒരു ചർച്ചാ വിഷയമായതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കാവട്ടെ, സാക്ഷികൾക്കാവട്ടെ, ഇത് വിചാരണ ചെയ്ത പ്രോസിക്യൂട്ടർക്കാവട്ടെ, മജിസ്ട്രേറ്റിനാവട്ടെ അത്ര ഉദാസീനമായിട്ട് ഈ കേസിനെ പരിഗണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടുകൂടിയാണ് ഇത് ഇത്ര സീരിയസ് ആയി മാറിയതും ഇന്നിപ്പോൾ ഒരു ശിക്ഷാവിധിയിൽ ചെന്ന് അവസാനിച്ചതും ആന്റണി രാജുവിന്റെ MLA സ്ഥാനം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഇല്ലാണ്ടായതും. ഇനി അപ്പൊ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഒരു പൊതുപ്രവർത്തനത്തുള്ളൂ, വെറൊരു അഭിഭാഷകനല്ലോ. കേരള സംസ്ഥാനത്ത് ഒരു MLA ആയിരിക്കുന്ന വ്യക്തി മന്ത്രിയായിരുന്നു. ദൈവത്തിന്റെ ഒരേ കളികളെ. ആരെ പറ്റിക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിനെ പറ്റിക്കാനാണ് അദ്ദേഹം ഇത്രയും കാലം ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. കോടതിയുടെ പരിഗണനയിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടിയിൽ അദ്ദേഹം തിരിമറി നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റം. അതുവഴി അദ്ദേഹം ചെയ്തിരുന്നത് എന്തിനെയാണ്? നീതിന്യായ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് നമ്മൾ പറയുമ്പോൾ ഒരു അണ്ടർവെയർ കേസ് എന്നൊക്കെ പറഞ്ഞ് അതിനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൂടുതലായിട്ടും ട്രോൾ ചെയ്യുകയാണെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട്. കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു കാര്യത്തിനെ ഈ കേസുമായി ബന്ധമുള്ളതല്ലാത്ത മറ്റു വസ്തുക്കളെല്ലാം തന്നെ ഈ പ്രതിയുടെ ഒരു ബന്ധുവിന് വേണ്ടി കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിന് പോകുന്നതും ആ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നത്. ഇത് അദ്ദേഹത്തിന് അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ കേസിൽ ജൂനിയറായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായ ആളാണ് ആന്റണി രാജു. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. തന്നെയുമല്ല, അദ്ദേഹം ഇത് എഴുതി വാങ്ങുന്ന സമയത്ത് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കടും നീല നിറത്തിലുള്ളതും ബനിയൻ തുണിയിൽ തുന്നിയതുമായ മുഷിഞ്ഞ ജട്ടി 1. അപ്പൊ അതെന്തായാലും ഈ കേസിലെ തൊണ്ടിയാണ്. അതല്ലാതെ അവിടെ ജട്ടിക്കച്ചവടം ഒന്നും അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ, ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അത് ഏത് ദിവസമാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, ഏത് തീയതിയിലാണ് അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒപ്പ്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കോടതിയുടെ രേഖകളിൽ. അപ്പൊ അതിൽ വളരെ കൃത്യമായിട്ട് ഇത് എഴുതി ഒപ്പിട്ട് വെച്ച് തെളിവുണ്ടാക്കി വെച്ച് വളരെ കൃത്യമായിട്ട് തന്റെ ഇൻവോൾവ്മെന്റ് അതിൽ തെളിയിച്ചതിന് ശേഷം ഇന്ന് വന്നതിന് ശേഷം ഞാൻ നിരപരാധിയാണ്, നിരപരാധികളും
ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ചട്ടി അടിച്ചു മാറ്റി അളവ് തയ്പ്പിച്ച് കുറച്ചതിന് ശേഷം തിരികെ കൊണ്ട് കോടതിയിൽ കൊടുത്തതിന്റെ പേരിൽ ഇന്നേ വരെ 3 വർഷം ജയിലിൽ കടന്നിരിക്കുന്ന മറ്റ് നിരപരാധികളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? കൃത്യസമയത്ത് ഇതിൽ അന്വേഷണം നടന്ന് കൃത്യസമയത്ത് ഇതിൽ നീതി പുറപ്പെടുവിക്കുന്നതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആന്റണി രാജു നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി ആവില്ല. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവരുത്. 2.5 വർഷത്തെ കാലയളവിലേക്കാണെങ്കിലും അദ്ദേഹം ഈ കേരളത്തിലെ സംസ്ഥാനത്തെ വലിയ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമനീതി സംവിധാനത്തിനെ എല്ലാം തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് നമ്മുടെ മന്ത്രിയായിരുന്നത് എന്നുള്ളത് ഒരു വസ്തുത. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നോക്കൂ, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നോ മറ്റുമാണ്. ജനാധിപത്യം എന്നാണ് അതിൽ പറയുന്നത്. ഒരു തരത്തിലുള്ള ജനാധിപത്യവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലില്ല. കാരണം ജനാധിപത്യത്തിൽ തന്നെ അതിന്റെ കാവൽ നായകൾ, നമ്മുടെ ഈ വാച്ച് ഡോഗ്സ് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളെ അടിമുടി കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഏറ്റവും പരമപ്രധാന ഇക്കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ പരാജയമാണ് യഥാർത്ഥത്തിൽ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഒരു പോലീസ് നടത്തിയിട്ടുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുള്ള കുറ്റകൃത്യമോ അല്ല. എന്റെ വീട്ടിലോ എന്റെ ഓഫീസിലോ അങ്ങയുടെ വീട്ടിലോ ഓഫീസിലോ ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൽ കാലതാമസം ഉണ്ടാവുകയും എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാഭാവികതയുണ്ട്. നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഇവിടെ കോടതി മുറിക്കുള്ളിൽ കോടതി സൂക്ഷിക്കേണ്ട, കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്ന, എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഓബ്ജക്ട് അല്ലെങ്കിൽ ഒരു തൊണ്ടി, ഇത് ഇത്രയും വലിയ കുരിശാണെന്ന് ഞാൻ ആ തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടിട്ട് 36 കൊല്ലം എടുത്തു. അത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വിധി പറയാൻ എന്ന് പറയുന്നത് ജുഡീഷ്യറിക്ക് തന്നെ വല്ലാത്ത നാണക്കേടാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നോക്കൂ, ഈ കേസിനെ എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ അറിയില്ല. ഇപ്പോൾ ജെട്ടിക്കേസ് എന്ന രാഘവത്തിൽ പറയുന്നതാണെങ്കിൽ കൂടിയും ഈ കേസിനെ എല്ലാവർക്കും അറിയാം. ഈ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് 2006 ആന്റണി രാജു ഒരു സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് VS അച്യുതാനന്ദൻ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതും പിന്നീട് ഉണ്ടായതും കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം. ഈ കേസിൽ ആന്റണി രാജു പ്രതിയാണെന്നും എന്താണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ നമ്മുടെ മന്ത്രിയായി നമ്മളെ ഭരിച്ചു. ഒരു അടിവസ്ത്രം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അതിൽ ഉടായ്പ കാണിച്ച് തിരിച്ചു വെച്ച് ഒരു മാരകമായ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരാൾ നമ്മുടെ മന്ത്രിയായിരിക്കുന്നു എന്ന് പറയുന്നത് രാജ്യചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ എവിടെ കേട്ടിട്ടുണ്ടോ അറിയില്ല. സിയാസ്കർ, നാണക്കേടല്ലേ നമുക്ക്? ഹാഷ്മി, മലയാള സിനിമയിലെ ഒരു സീനിന് പോലും പ്രചോദനമായിട്ടുള്ളതാണ് ഈ കേസ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഈ കേസ് അറിയാത്തവരായി ആ 90-കൾക്ക് ശേഷമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. അപ്പൊ സ്വാഭാവികമായി 2006 സഖാ VS എന്ന വിപ്ലവ സൂര്യനെടുത്ത ആ രാഷ്ട്രീയ ആർജവം എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം പിൽക്കാലത്ത് എടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ഈ 2021 എടുത്തില്ല എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. കുറ്റസമ്മതം നടത്തി അല്ലേ? നമ്മൾ മിസ്സിംഗ് ആലോചിക്കുന്നില്ലേ? VS ഉണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടത്തി ഇങ്ങനെ വർഗീയത പറഞ്ഞ് നടക്കുമായിരുന്നു. VS അച്യുതാനന്ദൻ ചോദ്യം ചോദിച്ചൊരു മാധ്യമപ്രവർത്തകർ തീവ്രവാദം എന്ന് വിളിച്ചാൽ കനത്ത വാക്കിനും VS മറുപടി കൊടുക്കില്ലായിരുന്നു. VSന്റെ വാക്കുകൾ നമുക്ക് നഷ്ടമാണ്. അത് VSന്റെ വാക്കുകൾക്ക് പകരം വെക്കാൻ VS മാത്രമേ ഉള്ളൂ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.